ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ സഹായിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനായ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷനിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏഞ്ചൽ വൺ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അക്കൗണ്ട് എടുത്തിട്ടില്ലാത്തവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നിലവിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുവരെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കും എങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഏഞ്ചൽ വണ്ണിൻ്റെ സൂപ്പർ ആപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഏഞ്ചൽ വൺ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പുതിയ അപ്ഡേറ്റ് പ്രകാരം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വളരെയധികം സിമ്പിൾ ആക്കിയിട്ടുണ്ട്. വളരെയധികം ഫാസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ ഫീച്ചറുകളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ പുതുതായി വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ഫോണിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോയിട്ട് മുകളിൽ സെർച്ച് ബാറിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആപ്പ് കിട്ടും. ഇതേപോലെ തന്നെ ഏഞ്ചൽ സ്പാർക്ക് എന്ന് പറഞ്ഞും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. രണ്ടും ഒരേ കാര്യം തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു ആപ്പ് പണിമുടക്കാൻ നമുക്ക് മറ്റേ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ്, അപ്പോൾ ഇതുവരെ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ലാത്തവർക്കാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഇമെയിലിൽ നിങ്ങൾക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ലഭിക്കും. അതൊന്ന് ആപ്ലിക്കേഷനിൽ റീസെറ്റ് ചെയ്യുക. റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടോ എംപിൻ ഉപയോഗിച്ചിട്ടോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. വളരെ സിമ്പിളായിട്ട് ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നു. പുതിയ അപ്ഡേറ്റിൽ മുന്നത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ആപ്ലിക്കേഷൻ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ആപ്പിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പരസ്യമാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തതാണ്. അത് ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതുകൊണ്ട് അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വഴി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാർക്കറ്റിനെ നമുക്ക് വാച്ച് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് വാങ്ങാം, ഇത്രയും കാര്യങ്ങളാണ് ഈ ആപ്പിൽ പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാർക്കറ്റ് ടുഡേ, അതായത് ഇവിടെ ഏറ്റവും താഴെ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനായിരിക്കും നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ടുഡേ എന്ന് പറഞ്ഞത് ഇവിടെ കാണാം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഇവിടെ നമുക്ക് ബാങ്ക് നിഫ്റ്റി മാറ്റിയിട്ട് സെൻസെക്സോ നമുക്ക് ഏത് ഇൻഡെക്സ് വേണമെങ്കിലും ഇവിടെ ഇടാൻ പറ്റും. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി നമുക്കിവിടെ ഫസ്റ്റ് തന്നെ കാണാം. ഇതിൽ നിഫ്റ്റി റെഡ് കളറും ബാങ്ക് നിഫ്റ്റി ഗ്രീൻ കളറും കാണാം. അപ്പോൾ ഈ റെഡ് കളറാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് താഴേക്കാണ്, ഡൗൺ ആണ്. അതായത് ഇവിടെ ഒരു ഡൗൺ ആരോ കണ്ടോ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇനി ബാങ്ക് നിഫ്റ്റി ഗ്രീൻ കളറാണ്, പച്ച കളറാണ്, ആരോ മുകളിലേക്ക്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് മുകളിലേക്കാണെന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ അതായത് ഇവിടെ -29 എന്ന് കാണാം. അതായത് 20 പോയിൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. 29 പോയിൻറ്റ് താഴെ ഡൗൺ ആണ്. 16.15% ഡൗൺ ആണ്. ബാങ്ക് നിഫ്റ്റി 41 പോയിൻറ്റ് മുകളിലാണ്, അപ്പാണ്. 0.15%. മാർക്കറ്റ് 9:15 മുതൽ 3:30 വരെ മാർക്കറ്റ് ലൈവ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ഇവിടെ നമുക്കൊരു സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം കൂടെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ പിൻ നമ്പരും ഫിംഗർ പ്രിൻറ്റ് ലോഗിൻ അതെല്ലാം സെറ്റ് ചെയ്യാം. ഡിഫാൾട്ട് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം. ഇവിടെ നമുക്ക് ഇവിടെ കണ്ടോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി. ഇവിടെ സെൻസെക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ സെൻസെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നിഫ്റ്റി മാറ്റിയിട്ട്. അപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും ഇവിടെ വരും. ജസ്റ്റ് ഇതാ കണ്ടോ, സെൻസെക്സ് വന്നു, നിഫ്റ്റി വന്നു. അപ്പോൾ സെൻസെക്സ് മുകളിലേക്കും നിഫ്റ്റി താഴേക്കും ആണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി, വേറെ ഒരു ആപ്പിൻ്റെ സഹായമില്ലാതെ. ഇനി ഇന്നത്തെ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ
മാർക്കറ്റ് ടുഡേ വ്യൂ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഇക്വിറ്റി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻസ് കാണാം. നമുക്ക് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാർ ഓഹരികൾ അല്ലെങ്കിൽ ഷെയറുകൾ വാങ്ങുന്നത്, സ്റ്റോക്കുകൾ വാങ്ങുന്നത് ഇക്വിറ്റി മാർക്കറ്റിലാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നിഫ്റ്റി ഒക്കെ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടിട്ട് അതിൻ്റെ വിലയ്ക്ക് നമ്മൾ വാങ്ങുന്നതും ആണ്. അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇതിൽ എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഇക്വിറ്റി ട്രെൻഡ് ബുള്ളിഷാണ്, അതായത് ഇന്ന് ഇക്വിറ്റി മാർക്കറ്റ് ബുള്ളിഷാണ് എന്നാണ്. കുറച്ച് നേരം വരെ മാർക്കറ്റ് ട്രെൻഡ് വൈസ് ആയിരുന്നു, അതായത് സൈഡ് വൈസ് ആയിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് ഇവിടെ ജസ്റ്റ് കാണാൻ പറ്റും. ഇക്വിറ്റി മാർക്കറ്റ് സെൻസെക്സ് പച്ചയിലാണ്, നിഫ്റ്റി ചുവപ്പിലാണ്. എന്നാലും മാർക്കറ്റ് ബുള്ളിഷ് മുകളിലേക്കാണെന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇതാ കണ്ടോ, ബുള്ളിഷിൻ്റെ കാളയുടെ ഒരു ചിഹ്നമൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രെൻഡ് ബുള്ളിഷ്, മുകളിലേക്കാണ്. മാർക്കറ്റ് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ മുകളിലേക്കാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മൂവേഴ്സ്. ഇന്ന് നിഫ്റ്റി, നമുക്കിവിടെ നിഫ്റ്റി മാറ്റി വേണമെങ്കിൽ സെൻസെക്സ് ആക്കാം. ഇപ്പോൾ സെൻസെക്സ് ഏത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ നമുക്ക് ഞാൻ നിഫ്റ്റി, അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്ന മാർക്കറ്റ്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇന്ന് ടോപ്പായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ കാണാം ITC, LTIM, അംബുജ സിമൻ്റ് ഒക്കെയാണ് ഇന്ന് മുകളിലേക്ക് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നത്. 5 എണ്ണം കാണാം. കൂടുതൽ ടോപ്പായിട്ട് മുകളിലേക്ക് പോകുന്നത് കാണണമെങ്കിൽ വ്യൂ ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റോക്കുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ഗെയിനേഴ്സ്, ഏറ്റവും നല്ല സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് അപ്പോഴും തന്നെ കണ്ടു. നമ്മളിവിടെ ITC കണ്ടു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ വില കാണാം, എത്ര പേര് വാങ്ങി, എത്ര പേര് വിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാണാം. ഓപ്ഷൻ ചെയിൻ കാണാം, ചാർട്ട് കാണാം, ഇതിൻ്റെ ഡീറ്റെയിൽ, സ്റ്റോക്ക് ഡീറ്റെയിൽസ് കാണാം. ഇതെല്ലാത്തിനും പുറമെ ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാങ്ങാനും പറ്റും. അപ്പോൾ ഇതാണ് ഏറ്റവും, അപ്പോൾ നമ്മൾ മാർക്കറ്റ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരം ഒരു കാര്യം നമുക്കിവിടെ ടോപ്പ് ഗെയിനേഴ്സിലൊന്ന് കിട്ടും. അതേപോലെ തന്നെ ടോപ്പ് ലോസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും താഴേക്ക് പോകുന്ന സ്റ്റോക്കുകൾ, അദാനിയുടെ കംപ്ലീറ്റ് സ്റ്റോക്കും ഇന്ന് താഴേക്കാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇനി അവിടെ ആക്റ്റീവ് വോളിയം, ഏറ്റവും കൂടുതൽ വോളിയം എണ്ണം ആൾക്കാർ വാങ്ങുന്നത് ഏതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അത് നമുക്ക് ഐഡിയ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയാം. നമുക്ക് ആക്റ്റീവ് വോളിയം എന്ന് പറയുമ്പോൾ വില കുറഞ്ഞതായിരിക്കും കൂടുതൽ ക്വാണ്ടിറ്റി ആൾക്കാർ വാങ്ങുന്നത്, അല്ലേ? അപ്പോൾ അത് നമുക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആക്റ്റീവ് വാല്യൂ, അതിൻ്റെ മൂല്യം നോക്കിയിട്ട് വാങ്ങുന്നത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആക്റ്റീവ് ബൈ വാല്യൂ ഒക്കെ നോക്കി നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും. അതും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 10 സ്റ്റോക്കുകൾ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വരുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ചെയിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും. ഡെറിവേറ്റീവ്, പക്ഷേ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നതെങ്കിലും നമ്മൾ ഈ ഡെറിവേറ്റീവ് മാർക്കറ്റും കൂടെ ഒന്ന് നോക്കുക. ഡെറിവേറ്റീവ് മാർക്കറ്റ് സെലക്ട് ചെയ്യുക. ഡെറിവേറ്റീവ് മാർക്കറ്റും ബുള്ളിഷ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ട്രെൻഡ് മുകളിലേക്കാണ് എന്ന് മനസ്സിലാക്കി. പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ടറുകളും കാണാം. സെക്ടറുകൾ ടെക്നോളജി ചെറിയൊരു ഗ്രീൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം താഴേക്കാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ബുള്ളിഷാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഓരോ സെക്ടർ വൈസും, അതായത് ഓരോ മേഖലകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കോ, ഫിനാൻസോ, മീഡിയയോ, ടെക്നോളജിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ആ മേഖല താഴേക്കാണ്. അതാണ് ഈ ചുവന്ന കളറിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ മനസ്സിലാക്കുക. അത് കഴിഞ്ഞ് നല്ല ചുവപ്പ് വന്നു കഴിഞ്ഞാൽ മെറ്റലാണ്. മെറ്റൽ ഏറ്റവും വില കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബിൽഡപ്പ് എന്ന് പറഞ്ഞിട്ടിവിടെ കൊടുത്തിട്ടുള്ളത് ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ്, ഷോർട്ട് കവറിങ്. ഇത് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ഈ സ്റ്റോക്കുകൾ എക്വിറ്റിയിൽ വാങ്ങാൻ പറ്റും. അതായത് ലോങ് ആയിട്ട് ആൾക്കാർ കൂടുതൽ താല്പര്യം കാണിക്കുന്ന സ്റ്റോക്കുകളെയാണ് ഇവിടെ ലോങ് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ. ഡെറിവേറ്റീവ് മാർക്കറ്റിലാണ് വരുന്നതെങ്കിലും നമുക്ക് ഇക്വിറ്റിയിലും നമുക്കിത് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് കവറിങ്, പിന്നെ വരുന്ന ലോങ് അൺവൈൻഡിങ് ആണ്. അപ്പോൾ ഈ ലോങ് അൺവൈൻഡിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ സ്റ്റോക്കിൽ ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇക്വിറ്റി മാർക്കറ്റ്, ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് ആരോ മാറ്റി
ഇത്രയും മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ വ്യൂ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് പറ്റും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു ഈ പോർഷൻ. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ആഡ് ഫണ്ട്. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനകത്തേക്ക് ആദ്യം പൈസ ആഡ് ചെയ്യണം. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ. അപ്പോൾ 2000 രൂപയാണ് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഈ 2000 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് 1 ലക്ഷം ആണെങ്കിൽ കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതാ ഇവിടെ എമൗണ്ട് ഇപ്പോൾ 100 രൂപയാണെങ്കിൽ 100 രൂപ ഇതൊക്കെ കണ്ടോ, അല്ലെങ്കിൽ 1000 ആണെങ്കിൽ 1000, അല്ലെങ്കിൽ 5000 ആണെങ്കിൽ 5000 എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 100 രൂപ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഇതെല്ലാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ UPI, ഫോൺ പേ, ഗൂഗിൾ പേ ഏതെങ്കിലും വഴി നമുക്ക് ഇതിലേക്ക് പൈസ സെൻഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോൺ പേ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. പേ നൗ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫണ്ട് ഇതിലേക്ക് ആഡാവുന്നതാണ്. പൈസ ഇതിലേക്ക് ആഡായി. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാണിച്ചത്. ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഏറ്റവും താഴെ വലത് സൈഡ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇനി നമ്മൾ ആഡ് ചെയ്ത ഫണ്ട് നമുക്ക് പിൻവലിക്കണം, തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകണം. ഈ വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം എത്ര രൂപയാണോ തിരിച്ചു പോകേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഡ്രോ എമൗണ്ട് കൊടുക്കുക. ഇതാ ഇവിടെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പിറ്റേ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ 100 രൂപ ആഡ് ചെയ്തു, അപ്പോൾ തന്നെ വിഡ്രോവൽ കൊടുത്താൽ നമുക്ക് ഈ പൈസ പിൻവലിക്കാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ പിൻവലിക്കാനുള്ള എമൗണ്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആഡ് ചെയ്തത് കൊണ്ടാണ് വന്നത്. നമ്മൾ ഇന്ന് ആഡ് ചെയ്താൽ പിറ്റേ ദിവസം മാത്രമേ നമുക്ക് പിന്നെ അതിനെ പിൻവലിക്കാൻ ഇവിടെ എമൗണ്ട് കാണിക്കൂ. അപ്പോൾ നമുക്ക് ആ എമൗണ്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് പിൻവലിക്കാവുന്നതാണ്. അപ്പോൾ പൈസ ആഡ് ചെയ്യാനും പിൻവലിക്കുന്നതിനും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇന്ന് വിഡ്രോവൽ കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവും. ഏതൊരു പ്രശ്നങ്ങളുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പേടിക്കാതെ നമുക്ക് പൈസ തിരിച്ച് അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഇത്രയുമാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത്. ട്രെൻഡ് മനസ്സിലാക്കി. ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ IPO എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പുതുതായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴോ, നിലവിലുള്ള സ്റ്റോക്ക് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞ് വരുന്നത്, IPO വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ IPO എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള SIP ആയിട്ടോ എന്ത് വേണമെങ്കിലും വാങ്ങാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആ വീഡിയോ കാണുക. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗോൾഡ് ബോണ്ടാണ്. നമുക്കറിയാം ഗവൺമെൻറ് റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ നമുക്ക് ഇവിടെ നിന്നും സാധിക്കുന്നതാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലേ സോവറിൻ ഗോൾഡ് വാങ്ങാൻ പറ്റൂ. ഏറ്റവും സെക്യൂറായിട്ടുള്ള ഗോൾഡിൽ നമുക്ക് നിക്ഷേപിക്കണമെന്ന് ഉറപ്പുള്ളവർക്ക് ഈ സോവറിൻ ഗോൾഡ് വേണ്ട വാങ്ങാം. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉള്ളത്, നമ്മൾ ഈ ഗോൾഡ് ബോണ്ടെന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കറൻ്റ്ലി നോ ഓപ്പൺ ഇഷ്യൂ അവൈലബിൾ എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നമുക്ക് അപ്കമിങ് ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ എന്ന് അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ കാണാം. അപ്പോൾ ഈ സമയത്ത് മാത്രമായിരിക്കും നമുക്ക് അവിടെ നിന്നും ഗോൾഡ് വാങ്ങാൻ പറ്റുന്നത്. അതായത് റിസർവ് ബാങ്ക് എപ്പോഴാണോ ഇഷ്യൂ ചെയ്യുന്നത്, വിൽക്കുന്നത്, അപ്പോഴാണ് നമുക്കിത് വാങ്ങാൻ പറ്റുന്നത്. അടുത്ത റിവാർഡ്സ് ആൻഡ് ഓഫറാണ്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇവിടെ റെഫറലാണ് വേണമെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ മറ്റൊരാൾക്ക് റെഫർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ അത് നമുക്കിവിടെ കാണാനൊക്കെ പറ്റും. അതാണ് ഈ 2 ഓപ്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറയും. ഇതാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും സൂപ്പർ ആപ്പെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നവർക്കാണ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റുന്ന സംഭവമാണിത്. അപ്പോൾ ഇവിടെ നിഫ്റ്റി സെലക്ട് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ സെലക്ട് ആക്കാം.
നിഫ്റ്റി കാണാം, നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണാം, താഴെ ഓർഡേഴ്സ്, ഓപ്ഷൻ ചെയിന്, ബൈ കാള് ഇതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഈ ബൈ കാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ട്രെൻഡായിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിഫ്റ്റിയുടെ എന്താ പറയുക, നമ്മുടെ ഓപ്ഷൻസിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഇത് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ഡേറ്റിൽ വരുന്ന ഇതിൻ്റെ വില എന്ന് പറയുന്നത് 69 രൂപയാണ്. നമുക്ക് ഒരു ലോട്ടായിരിക്കും വാങ്ങാൻ പറ്റുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഏറ്റവും റിസ്ക് ഉള്ളതും എന്നാൽ കൂടുതൽ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ്, ഇക്വിറ്റി മാർക്കറ്റിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്നാലും ജസ്റ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ ചെയിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കണ്ടോ, ഓപ്ഷൻ ചെയിൻ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ചെയിൻ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എക്സ്പയറി ഡേറ്റ് ഇത് ഇവിടെ കാണാം. ഓരോ സ്ട്രൈക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബൈ കാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു, ഇതൊരു സ്ട്രൈക്കാണ്. അപ്പോൾ ഈ സ്ട്രൈക്ക്, അതായത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ചെയിൻ എടുത്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ വില ഇവിടെ കാണാം നിഫ്റ്റിയുടെ. അതിനുശേഷം ഓരോ ബെറ്റുകളെന്ന് പറയാം 17,600 ഇത് മുകളിലേക്ക് പോകുന്ന 97 ലക്ഷം പേര് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 28 രൂപയാണ്. അതുപോലെ 21 രൂപ താഴേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് വെറും 22 രൂപയ്ക്ക് അല്ലെങ്കിൽ 6 രൂപയ്ക്ക് ഒരു സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ വാങ്ങാൻ പറ്റില്ല. ഒരു സ്ട്രൈക്കായിട്ട് വാങ്ങുമ്പോൾ 50 എണ്ണം വീതം വേണം വാങ്ങാൻ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 25 എണ്ണം വീതം വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റാ ട്രേഡ് നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം. ഡെറിവേറ്റീവ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇൻസ്റ്റാ ട്രേഡ് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതിനെപ്പറ്റി അതുകൊണ്ട് കൂടുതൽ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അടുത്ത് വരുന്നത് ടോപ്പ് സ്റ്റോക്ക് വൈസ് സിംഗിൾ സ്റ്റോക്ക് അഡ്വൈസറി. ഇതൊരു അഡ്വൈസറിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്, സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്ക് വാങ്ങണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇവർ 3 സ്റ്റോക്ക് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡേ ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കണമെന്നുണ്ടെങ്കിൽ ബജാജ് കൊള്ളാം എന്നിവിടെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് മുകളിലേക്കാണ്. എസ്റ്റിമേറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടും, ഒരു ഷെയറിന് 55 രൂപ വെച്ച് കിട്ടും എന്നും ഇവരിവിടെ കാണിക്കുന്നു. മാർക്കറ്റ് മുകളിലേക്കാണ്. അതേപോലെ ലോങ് ടൈം ഒരു ദീർഘനാളത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ 480 രൂപയ്ക്ക് സൊനാക്കോം അല്ലെങ്കിൽ അമ്പയർ എന്ന് പറയുന്ന ഈ സ്റ്റോക്കൊക്കെ വാങ്ങാമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ കണ്ടോ, ഇൻട്രാഡേ എന്ന് എഴുതിയിട്ടുണ്ട്, ലോങ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്, ലോങ് ടൈം എന്ന്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ സ്റ്റോക്കുകൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ ആൾ കാൾസ്. അപ്പോൾ ഇവർ ഏഞ്ചൽ ബ്രോക്കർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ തരുന്ന അഡ്വൈസറിയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കുക. അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമുക്ക് വാങ്ങുകയും നിരസിക്കുകയും ചെയ്യാം. ഇതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ 100 എണ്ണത്തിൽ 66 പോസിറ്റീവുകളാണ് ഇവർ കൊടുക്കുന്ന. ഇൻട്രാഡേയിൽ 66 എണ്ണം പോസിറ്റീവായി, ഷോർട്ട് ടൈമിലേക്ക് 61 പോസിറ്റീവുകൾ, കമ്മോഡിറ്റിയിൽ 65% ആക്യുറസി ഉണ്ടെന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ഇത് കണ്ടുകൊണ്ട് ഇവിടെ ഇൻട്രാഡേ കണ്ടു, 4 സ്റ്റോക്ക് കാണാം, നമുക്ക് ബൈ കൊടുക്കാം. ചാടിക്കയറി ഒന്നും അങ്ങ് വാങ്ങിക്കളയരുത്. വാങ്ങിക്കഴിഞ്ഞാൽ അത് നഷ്ടം വരും. നമ്മളത് നോക്കുക. ഇവർ പറയുന്നതും നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നതും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കാവൂ. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് ഒരാഴ്ചത്തെയോ ഒരു മാസത്തെയോ ഒക്കെ അനാലിസിസ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്, അല്ല ഒരു തലേ ദിവസത്തേക്ക്. ചിലപ്പോൾ മാർക്കറ്റ് അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങളത് എടുക്കാൻ നിൽക്കരുത്. എന്നിരുന്നാലും നമുക്ക് ഒരുവിധം 66% അക്യുറസി നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ അഡ്വൈസറിയിലെന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ അതും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ പോർട്ട്ഫോളിയോ അഡ്വൈസറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസറിയാണ്. അതായത് നമുക്ക് ദീർഘനാളത്തേക്ക് കുറേ സ്റ്റോക്കുകൾ വാങ്ങി സൂക്ഷിക്കണം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് വാങ്ങണം, വിൽക്കണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് ഓരോ ബാസ്ക്കറ്റുകളായിട്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ. ഇത് ഹൈ റിസ്ക് എത്ര ശതമാനമാണ്, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം, ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതിലും റെക്കമെൻഡ് ചെയ്യുന്നതുണ്ട്, ഓരോ സ്റ്റോക്കുകളും അവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്മാൾ കേസ് എന്ന് പറഞ്ഞ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയാണിത് നമ്മൾ വാങ്ങുന്നത്. നമുക്ക് ഇത് ആക്ടിവേഷൻ ചെയ്താൽ മാത്രമേ ഇതും ഉപയോഗിക്കാൻ പറ്റൂ. ബാക്കിയുള്ള സ്റ്റോക്ക് ബ്രോക്കർമാരിലും നമുക്ക് ഇതേ ഫീച്ചർ അവൈലബിൾ ആണ്. ഏഞ്ചൽ ബ്രോക്കിങ്ങിലും അതേ കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അടുത്ത് ഈ പോർട്ട്ഫോളിയോ അഡ്വൈസറി കഴിഞ്ഞ് വരുന്നത് GTT ഓർഡറാണ്. GTT ഓർഡർ നമുക്ക് അല്ലാതെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ തന്നെ അല്ലാതെ നമുക്ക് അവിടെ നിന്നും കൊടുക്കാൻ പറ്റും. GTT ഓർഡർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ഓർഡറുകളാണ് GTT ഓർഡർ എന്ന് പറയുന്നത്. സ്റ്റോക്ക് SIP എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ ഓരോ മാസവും വാങ്ങുന്നത് പോലെ സ്റ്റോക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് സ്റ്റോക്ക് SIP. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അത് കാണുക. പിന്നെ സ്മാർട്ട് API എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ട്രാറ്റജിയൊക്കെ ബിൽഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സ്ട്രാറ്റജിയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്മാർട്ട് API എന്ന് പറഞ്ഞാൽ. പിന്നെ മാർജിൻ കാൽക്കുലേറ്റർ, നമുക്ക് ലോങ് ടൈമിലേക്ക് സ്റ്റോക്കൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് അതിനെ വെച്ചിട്ടൊരു മാർജിൻ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇൻട്രാഡേ ചെയ്യാനുള്ള പൈസ കിട്ടും. അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ട്രേഡ് ബഡി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വീഡിയോസുകളൊക്കെ കാണണമെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ഇതുവഴി കാണാൻ പറ്റും. പിന്നെ യൂസർ മാനുവലാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് താഴേക്ക് വരാം, ഏഞ്ചൽ ഓൺ ലേണിംഗ് സെൻറ്റർ. അപ്പോൾ നമുക്ക് ഓഹരി വിപണിയിലേക്ക് കടന്നു വരുന്നവർക്ക് ഒന്നും അറിയാതെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വമ്പൻ പൈസ നഷ്ടപ്പെടും. അപ്പോൾ പഠിക്കുന്നതിന് വേണ്ടി ബിഗിനേഴ്സിന് വേണ്ടി ഇവിടെ ബിഗിനേഴ്സ് കോഴ്സുണ്ട്, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയുണ്ട്, ട്രേഡ് ചെയ്യുന്നവർക്കുണ്ട്, ആപ്പ് ഡീറ്റെയിൽ പഠിക്കുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദിയിലൊക്കെ കാണാം. മലയാളത്തിൽ നമ്മുടെ ചാനലിൽ മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വന്നിട്ട് കാണാം. ഇതുവഴിയും നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ മെയിൻ ഹോം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരുന്നത്. പഴയ ഇതിൽ ഇങ്ങനെ ആയിരുന്നില്ല വന്നത്, കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുൻപ് വാച്ച് ലിസ്റ്റാണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ ഹോം എന്ന് പറഞ്ഞ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യവും വരുന്നുണ്ട്. അടുത്ത് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് പോകാം. ഇവിടെ കണ്ടോ വാച്ച് ലിസ്റ്റ്, ഏറ്റവും താഴെ വലത് സൈഡ് രണ്ടാമത് വാച്ച് ലിസ്റ്റ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, മൈ വാച്ച് ലിസ്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ ആഡ് ചെയ്യാം, നമുക്ക് അതിലൊന്ന് റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ പഴയ വാച്ച് ലിസ്റ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. മാറ്റം വന്നിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ കണ്ടോ, ഇതിൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റും. അതായത് ഇക്വിറ്റി, NSE, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അദാനി പോർട്ട് 52 ആഴ്ചയിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ് എന്ന് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ആക്സിസ് ബാങ്ക് ആക്റ്റീവായി വോളിയം കൂടുതൽ ആൾക്കാർ ആക്സിസ് ബാങ്കിൻ്റെത് വാങ്ങുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ആക്റ്റീവ് ബൈ വാല്യൂ, ഏറ്റവും വാല്യൂ കൂടുതലായിട്ട് ബജാജ് ഫിനാൻസ് കൺസിഡർ ചെയ്യുന്നു എന്ന് നമുക്കിവിടെ കാണാം. അതുപോലെ ടോപ്പ് ഗെയിനർ ഭാരത് എയർടെൽ, നല്ല ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് മൂവ്മെൻ്റ് ഉള്ള സ്റ്റോക്കിലൊന്നാണ്, ടോപ്പ് ഗെയിനറായിട്ട് പോവുകയാണെന്ന് കാണാം. ബ്രിട്ടാനിയ എന്ന് പറയുന്ന സ്റ്റോക്ക് ഏറ്റവും വില കൂടിയ സമയത്താണ് ഇപ്പോൾ വന്ന് ഇവിടെ ആൾ ടൈം ഹൈ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ഇത് പുതുതായിട്ട് വന്നൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യം. നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എപ്പോൾ മൂവ്മെൻ്റ് ഉണ്ട്, അതിനെന്ത് ആണ്, നല്ല ഗെയിനറാണോ ഹൈ ആണോ, കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് നോക്കാൻ ഈ വാച്ച് ലിസ്റ്റിൽ ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് പുതിയ വാച്ച് ലിസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ട്. നമുക്ക് നിഫ്റ്റി സെൻസെക്സും ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം. പിന്നെ ഇവിടെ ഒരു വലത് സൈഡ് സെറ്റിങ്സിൻ്റെ ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ചാർട്ടിൻ്റെ പാറ്റേണൊക്കെ മാറ്റുന്നതിനുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ഇവിടെ വാച്ച് ലിസ്റ്റിൻ്റെ തൊട്ടടുത്ത ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് മാർക്കറ്റാണ്
നമുക്ക് കാണാൻ പറ്റുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഉള്ള ഓരോ സ്ട്രൈക്കും ടോപ്പായിട്ടുള്ള സ്ട്രൈക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ സ്ട്രൈക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് കൂടെ ആഡ് ചെയ്യാം. അല്ലാതെ ഇവർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇവിടെ വരുന്നത്. ബാക്കി ഇനി വരുന്നത് പോർട്ട്ഫോളിയോ ആണ്. പോർട്ട്ഫോളിയോ പഴയതിൽ നിന്ന് ഒരു വ്യത്യാസമില്ല. നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിക്കഴിഞ്ഞ് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആ സ്റ്റോക്കുകളെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓർഡേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരും. പിന്നെ പൊസിഷനിലേക്ക് വരും. പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ആണെങ്കിൽ ഇവിടെ തന്നെ കിടക്കും. മറ്റേതാണെങ്കിൽ ഡെലിവറി ആണെങ്കിൽ അത് പിന്നീട് നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് മാറും. സ്റ്റോക്ക് SIP ആണെങ്കിൽ SIP ചെയ്യുന്നതെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഒരു വർഷത്തേക്കുള്ള സ്റ്റോപ്പ് ലോസുള്ള GTT ഓർഡർ എടുത്താൽ ഇവിടെ കാണാൻ പറ്റും. ഇത്രയാണ് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നതിൽ വരുന്നത്. അടുത്ത് വരുന്ന കാര്യം അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ വലത് സൈഡ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ട്രേഡിംഗ് ബാലൻസ് കാണാം, പൈസ പിൻവലിക്കാം, പൈസ ഇതിലേക്ക് ആഡ് ചെയ്യാം, പ്ലഡ്ജ് ചെയ്യാം. നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക്, അതായത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പ്ലഡ്ജ് ചെയ്യാം. പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്കിതിനെ കടം വാങ്ങാം. ഇതിനെ പണയം വെച്ച് നമുക്ക് പൈസ കിട്ടും. അത് വെച്ച് ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ് സ്റ്റോക്ക് പ്ലഡ്ജിങ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ അറിയാവുന്നവർക്ക് പ്ലഡ്ജ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ മാർജിൻ പ്ലഡ്ജ് ചെയ്യുന്നതും അതേപോലെ ഒരു സംഭവം തന്നെയാണ്. 1 മാസത്തേക്ക് നമുക്ക് പ്ലഡ്ജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിലൊക്കെ വ്യൂ ഡീറ്റെയിൽസ് പ്ലഡ്ജ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാർജസ് ഒക്കെ എത്രയാണ്? ഈ ട്രേഡും നമ്മളൊരു ട്രേഡ് എടുത്താൽ അതിന് എത്ര രൂപയാവും, ചാർജ് എത്രയായി, അതെല്ലാം നമുക്കിവിടെ ട്രേഡ് ആൻഡ് ചാർജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ടോട്ടൽ ചാർജസ് നമ്മൾ വാങ്ങിക്കഴിയുമ്പോഴാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റും. എത്ര ദിവസത്തത് വേണോ അതെല്ലാം കാണാം. പിന്നെ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ലാഭമുണ്ട്, എത്ര ലോസ്, കഴിഞ്ഞ മാസം എത്ര ലാഭമുണ്ട്, അതെല്ലാം ഞാൻ ഇവിടെ സ്റ്റോക്കൊന്നും വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ടൊന്നും കാണിക്കുന്നില്ല. അതെല്ലാം അവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഫണ്ട് ട്രാൻസാക്ഷൻ, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ആപ്പിലേക്ക് ഫണ്ട് ആഡ് ചെയ്തതും പിൻവലിച്ചതുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിംഗ് ആപ്പോട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നോക്കി കാണാം. നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ കോൾ ബട്ടൺ വരും. നമുക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ വരുന്നത് സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് നേരത്തെ കാണിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചാനലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ലോഗൗട്ട് ചെയ്യാനുള്ള ബട്ടണുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഹോമിലേക്ക് വന്നിട്ട് ഏറ്റവും മുകളിൽ കണ്ടോ ഇവിടെ നമ്മുടെ നെയിം കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് തന്നെ വീണ്ടും റീഡയറക്റ്റ് ആവും. അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അതിനുശേഷം വലത് സൈഡ് നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ വരും. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേര്, നമ്മുടെ ക്ലയൻറ്റ് ID, നമ്മുടെ ഡെപ്പോസിറ്ററി ഡിമാറ്റ് അക്കൗണ്ട് ID, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പാൻ ഡീറ്റെയിൽസ്, നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ, ബാങ്ക് അക്കൗണ്ട്, നമുക്ക് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ്, ബ്രോക്കറേജ് ചാർജസ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നമ്മളെ പ്രൊഫൈൽ ഡീറ്റെയിലും കാണാൻ പറ്റും. അപ്പോൾ ഈ ആപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എങ്ങനെ സ്റ്റോക്ക് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആപ്ലിക്കേഷൻ്റെ ഇതിനകത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും ആപ്ലിക്കേഷനിൽ എന്തൊക്കെ പുതിയ ഫീച്ചർ വഴി നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് മാത്രമാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനി ഒരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം നിഫ്റ്റി ഒന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വ്യൂ മോർ, ഇന്നത്തെ മാർക്കറ്റ് നോക്കി വാങ്ങാം. അപ്പോൾ നിഫ്റ്റി ആണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക് വാങ്ങണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ സെർച്ച് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഫെഡറൽ ബാങ്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ ഫെഡറൽ ബാങ്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്ക് ഏതാണോ ആവശ്യം ആ സ്റ്റോക്ക് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വില അറിയാം, 133 രൂപ. ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും: ഡെലിവറി, മാർജിൻ, ഇൻട്രാഡേ. ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈമിലേക്ക് വാങ്ങാനാണെങ്കിൽ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുക.
മാർജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മാസത്തേക്ക് പലിശ ഉൾപ്പെടെ കിട്ടുന്നതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാണെങ്കിൽ അതിനാണ്. അപ്പോൾ നമുക്ക് 100 രൂപ ഉണ്ടെങ്കിൽ ഇൻട്രാഡേയിൽ 500 രൂപയ്ക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വിൽക്കണമെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ ഡെലിവറിയാണ് ഏറ്റവും നല്ലത്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെലിവറി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഡെലിവറി സെലക്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ ഇൻട്രാഡേയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡെലിവറി സെലക്റ്റായി എത്ര എമൗണ്ട് വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി, എത്ര സ്റ്റോക്ക്, എത്ര എണ്ണം വാങ്ങണമെന്ന് സെലക്ട് ചെയ്യുക. 2 എണ്ണം സെലക്ട് ചെയ്തു. അതിൻ്റെ പ്രൈസ് ഇവിടെ കാണാം. നമുക്കിവിടെ മാർക്കറ്റ് ഓർഡറിലും വാങ്ങാം, ലിമിറ്റ് ഓർഡറിലും വാങ്ങാം. ലിമിറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വില, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലുള്ള വില. ഇത് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൈ കൊടുക്കുക, എന്നാൽ വാങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് ഓർഡേഴ്സുകൾ അഡ്വാൻസ് ഉണ്ട്. സ്റ്റോപ്പ് ലോസ് ഓർഡർ, GTT ഓർഡർ, റോബോ ഓർഡർ, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ സ്റ്റോക്ക് വാങ്ങുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്തു, ഇൻട്രാഡേ എടുത്തു, അതിൽ ഡെലിവറി എടുത്തു, മാർക്കറ്റ് എടുത്തു, ബൈ കൊടുക്കുക. ബൈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് ബൈ കൊടുത്തു. ബൈ കൊടുത്ത് കൺഫേം. ചാർജസും നമുക്കവിടെ കാണാൻ പറ്റും. 133 രൂപയിൽ ഒന്ന് വാങ്ങുമ്പോൾ അവിടെ ചാർജസ് കാര്യങ്ങൾ എല്ലാം കാണാൻ പറ്റും. കൺഫേം കൊടുക്കുക. അപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഡെലിവറിയിൽ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ചാർജസ് ഒന്നുമില്ല, 0 ആണ്. പക്ഷേ നമ്മൾ ഇൻട്രാഡേയിൽ വാങ്ങുമ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ 20, വിൽക്കുമ്പോൾ 20, 40 രൂപവും. ഫ്യൂച്ചർ ഓപ്ഷൻസ് ഡെറിവേറ്റീവ് മാർക്കറ്റിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഡെലിവറി എടുത്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ഇൻട്രാഡേ, ഫ്യൂച്ചേഴ്സ്, ഇൻസ്റ്റാ ട്രേഡിലൊക്കെ നിങ്ങൾക്ക് പോവാം. അപ്പോൾ ആപ്ലിക്കേഷൻ റെഡിയാണ്. സൂപ്പർ ആപ്പ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഏഞ്ചൽ വണ്ണിൻ്റെ ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ. അതിൻ്റെ എല്ലാ ഫ്യൂച്ചറും ഉണ്ട്, എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളാണെന്ന് തോന്നുകയും ചെയ്യും. ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആക്കിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ആപ്ലിക്കേഷൻ അക്കൗണ്ടൊക്കെ, ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തു, മെയിലിൽ നോക്കി യൂസർ ID ഒക്കെ നോക്കുക. അതിനുശേഷം അതിനെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ യൂസർ ID റീസെറ്റ് ചെയ്ത്, യൂസർ ID അല്ല, പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. സ്റ്റോക്കുകളൊക്കെ വാങ്ങുക. തീർച്ചയായിട്ടും ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോക്ക് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം, 1-2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റൊക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർച്ചയായും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അതിൽ നിങ്ങൾക്ക് ഏകദേശം പുതിയ അപ്ഡേറ്റ് വഴി വന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും. ഇനി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ പഴയ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ അതൊന്ന് കാണുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.